ഹായ് ഫ്രണ്ട്സ്, സോണൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു വെറൈറ്റി ഇൻഡോർ പോർട്ടാണ്. ഞാൻ വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്ത് ഇവിടെ ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ആർക്കാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ചെയ്യാനായി നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണം ഗ്രീറ്റിംഗ് കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തിക്നെസ് കൂടിയ പേപ്പർ യൂസ് ചെയ്യാം, അതായത് ചാർട്ട് അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഈ വീഡിയോ കാണിക്കുന്ന പോലെ നമുക്ക് ആ ഒരു പേപ്പറിനെ റോൾ ചെയ്തെടുത്തിട്ട് ആ ഭാഗം സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തതും ഇതിൻ്റെ മേലെ തന്നെ ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല തിക്നെസ്സിലെ പേപ്പറാണെങ്കിൽ ഒന്ന് ഒട്ടിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കാട്ടി കുറച്ച് വലുത് ഞാനിവിടെ ആക്കിയിട്ടുണ്ട്. ഇതേ മെത്തേഡ് തന്നെ ഏകദേശം ഒരേ ഹൈറ്റ്, പക്ഷേ ഇതിൻ്റെ ഡയമീറ്റർ മാത്രം കുറച്ച് വലുതാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 15 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ ചെറുതിൻ്റെ ഡയമീറ്റർ 9 സെൻറ്റിമീറ്റർ, പിന്നെ വലുതിൻ്റെ ഡയമീറ്റർ 11.5 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇഷ്ടമനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഇതേപോലത്തെ ഒരു ഗ്ലാസ് പേപ്പറാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ചെറിയ റൗണ്ടിൽ നമ്മളിത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക, അതായത് സൈഡിൽ മാത്രം കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് അതിലേക്ക്. അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് പേപ്പർ നമ്മൾ ഈ ഒരു വലിയ റൗണ്ടിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതും നമുക്കൊന്ന് സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് പേപ്പർ കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കണം, ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ നമ്മൾ ഉണ്ടാക്കിയ 2 റൗണ്ടിൻ്റെ ഡയമീറ്റർ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് കോമ്പസാറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ റൗണ്ടിൻ്റെ റേഡിയസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ റൗണ്ട് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ പോട്ടിൻ്റെ ഷേപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ നമ്മൾ ഉണ്ടാക്കിയ സിലിണ്ടർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ വേറെ ഗ്ലൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹോട്ട് ഗ്ലൂ ഗണ്ണ് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. സിമ്പിളായിട്ട് അതേപോലെ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു സൈഡ് മാത്രം ഒട്ടിക്കുക, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ബാക്കി സൈഡെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് വേണ്ട കാര്യം എന്ന് വെച്ചാൽ വൈറ്റ് സിമെൻറ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോഗ്രാം വൈറ്റ് സിമെൻറ്റാണ്. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് സിമെൻറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചായിട്ട് ഇട്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിത് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത ആ ഒരു സിലിണ്ടറിലേക്ക് നമുക്കൊരു ഫണൽ യൂസ് ചെയ്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിലെല്ലാം ഒന്ന് തട്ടി കൊടുക്കാം, കാരണം അതിൻ്റെ ഉള്ളിൽ ബബിൾസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാനാണ്. ഇനി നമുക്കിത് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഏകദേശം 5 to 6 hours നമ്മളിത് സെറ്റിംഗ് ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റെല്ലാം ഉണങ്ങി നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര വരെ ചെയ്തതിൽ എനിക്ക് 2 മിസ്റ്റേക്ക് വന്നിരുന്നു. അതേപോലെ തന്നെ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നും കൂടി ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ ഒട്ടിച്ചെടുത്ത ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കാർഡ്ബോർഡ് ഷീറ്റ് ഒട്ടിക്കാൻ പാടില്ല. നമ്മൾ അതിൻ്റെ പകരമായിട്ട് ഗ്ലാസ് ഷീറ്റോ അല്ലെങ്കിൽ ഫ്ലക്സ് ഷീറ്റായിട്ട് യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വൈറ്റ് സിമെൻറ്റ് വെച്ചപ്പോഴേക്കും നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് വെറ്റായിട്ട് അങ്ങനെ ലീക്ക് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, ഒരിക്കലും ഇതിൻ്റെ കാർഡ്ബോർഡ് ഷീറ്റ് അടിയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വൈറ്റ് സിമെൻറ്റ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ടൈം ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ തെർമോക്കോൾ പീസെല്ലാം ഒരേ തിക്നെസ് ആക്കിയതിന് ശേഷം ഈ ഗ്യാപ്പിലെല്ലാം ഒന്ന് ഫില്ലാക്കി കൊടുത്തു, ഗ്യാപ്പിലെല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു, എന്നിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു 2 മിസ്റ്റേക്കാണ് എനിക്കിപ്പം വന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ആ തെർമോക്കോൾ പീസെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുക്കില്ല ആ ഒരു സിലിണ്ടർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് പേപ്പർ റിമൂവ് ചെയ്തെടുക്കണം. ആ ഒരു ഗ്ലാസ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഉൾഭാഗം നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച കാർഡ്ബോർഡ് ഷീറ്റ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം, കാരണം ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ് ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നേരത്തെ പോലെ തന്നെ വൈറ്റ് സിമെൻറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോട്ടിന് ഹോൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്കാറ്റോ ചെറിയൊരു PVC പൈപ്പ് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഹോൾസ് ആക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വൈറ്റ് സിമെൻറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇതൊന്ന് സെറ്റ് ആവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റെല്ലാം ഇവിടെ ഉണങ്ങി നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഒരു ഷീറ്റ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റിൽ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഗ്ലാസ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോസി ഫിനിഷ് ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇനി ആ അടിയത്തെ ഷീറ്റും കൂടി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ അടിഭാഗം നോക്കുമ്പോൾ കുറച്ച് എക്സസൈറ്റില്ല കുറച്ച് ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ എക്സസൈറ്റ് വന്ന ഭാഗങ്ങളെല്ലാം ബ്ലേഡ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സാൻഡ് പേപ്പർ 280 ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ ഭാഗം നിങ്ങൾ പൊട്ടിക്കുമ്പോൾ ഒരിക്കലും ബ്ലേഡ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ബ്ലേഡ് യൂസ് ചെയ്തതിനാൽ നല്ലോണം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ആ ഭാഗം ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ ഒരു ഷാർപ്പായിട്ടുള്ള ടൂൾ എടുക്കണം. അതേപോലെ തന്നെ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഇതേപോലത്തെ നിങ്ങൾ ഒബ്ജക്റ്റ് എടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ടിപ്പം വീഡിയോ കാണിക്കുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പോട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. അന്നേരം ആ ഒരു പോട്ടിൽ ആ ഒരു മാർക്കിങ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചുറ്റും മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ബ്ലേഡായിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പ് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുക. അതായത് നേരത്തെ മാർക്ക് ചെയ്തത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുക. ആ ഒരു പാർട്ടീഷൻ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ഒരു പാർട്ടീഷൻ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സ്കെയിൽ എടുത്തിട്ട് ലൈൻസ് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻസ് ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ലൈന് നേരത്തെ പോലെ തന്നെ എന്തെങ്കിലും ബ്ലേഡായിട്ട് യൂസ് ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അടുത്ത ലൈനും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേ ഗ്യാപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടിന് ചുറ്റും ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ലൈൻസ് എല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ ലൈൻസിൻ്റെയും ഗ്യാപ്പിൽ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഇതിനെ സാൻഡ് പേപ്പർ വെച്ചിട്ട് സ്മൂത്ത് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് സ്മൂത്ത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന 280 വാട്ടർ സാൻഡ് പേപ്പറാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളത്തിൽ മുക്കിയ ശേഷം സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച് വെച്ച ആ ഒരു സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചിട്ട് ആ ഗ്യാപ്പ് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ. അപ്പോൾ ഇതേപോലെ തന്നെ ചുറ്റും എല്ലാ ലൈൻസിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ബോഡീൻ്റെ മേലെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഗ്യാപ്പെല്ലാം നല്ല രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിന്. ഇനി നമുക്ക് ഈ ഒരു പോട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന 2 പെയിൻറ്റാണ്. ഒന്നെന്ന് വെച്ചാൽ ബ്രോൺസിൻ്റെ കളറിലെ പെയിൻറ്റാണ്. രണ്ടാമത്തെ പർപ്പിൾ കളറുമാണ്. അക്രിലിക് പെയിൻറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളെ ക്രിയേറ്റിവിറ്റി പോലെ നല്ല രീതിയിൽ പെയിൻറ്റ് അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു പെർഫെക്ഷൻ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിച്ചിന്. നിങ്ങളിപ്പോൾ സ്പ്രേ പെയിൻറ്റായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു പെയിൻറ്റിങ്ങിൽ നല്ല രീതിയിൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് യൂസ് ചെയ്തത് അക്രിലിക് കളറാണ്. അപ്പോൾ മിനിമം 3 കോട്ടെങ്കിലും അടിച്ചു കൊടുത്താലേ നമുക്ക് ആ ഒരു കളർ കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു ബ്രോൺസ് പെയിൻറ്റ് അടിച്ചത് സ്പോഞ്ച് യൂസ് ചെയ്താണ്. ലാസ്റ്റ് സ്പോഞ്ച് യൂസ് ചെയ്താണ് ആക്കിയത്. അതുകൊണ്ടാണ് ആ ഒരു ടെക്സ്ചർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ ചെടി നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു PVC പൈപ്പായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു ഹോൾസ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ആയിട്ട് ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ കൂടി പ്രസ് ചെയ്തതിനാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കെന്നാൽ അടുത്ത വീഡിയോ കാണാം.